പ്രാർത്ഥന ഒരു സ്കൂളിൽ എന്തിനാണ് എന്നൊരു ചോദ്യം ചോദിക്കാൻ ഭയക്കാതെ തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഒരു സ്കൂൾ ആരംഭിക്കുന്നത് എന്തിനാണ്? പ്രാർത്ഥനയോടെ. അതിന് ഏതെങ്കിലും മതപരമായ ഒരു പ്രാർത്ഥന തന്നെ വേണമെന്നൊരു നിർബന്ധവുമില്ല. കുട്ടികളുടെ ഈ തരത്തിലുള്ള ഏതെങ്കിലും ഒരു നല്ല റാപ്പ് മ്യൂസിക് ആയാലും മതി. ഓരോ ചെറു വസ്തുവിലും വിരൽ തൊട്ടങ്ങ് ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്? ചോദ്യം ചെയ്യാൻ ഭയക്കാതിരിക്കുവിൻ. ആ 25 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയിട്ട് 2 ചോദ്യങ്ങളെങ്കിലും അവർക്ക് പുതുതായി ചോദിക്കാൻ കഴിയുമെങ്കിൽ കുട്ടികളുടെ ഉള്ളിൽ സ്വയമേവ ചോദ്യങ്ങൾ ഉയർന്നു വരണം. സ്വയമേവ ചോദ്യങ്ങൾ ഉയർന്നു വന്നാൽ മാത്രമേ ഒരു ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കൂ. അന്ധവിശ്വാസത്തിന്റെ, അനാചാരത്തിന്റെ, ആചാരത്തിന്റെ, മതത്തിന്റെ, ജാതിയുടെ കൈകൾ നമ്മുടെ മക്കളുടെ ചുമലുകളിൽ പതിയാതിരുന്നാൽ അവർ സ്വയമേവ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും നല്ല നമസ്കാരം. ഒരു 10-12 മിനിറ്റിൽ കൂടുതൽ ഇല്ലാത്ത ഒരു സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ പെട്ടെന്ന് നമ്മളിത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അധിക സമയം എടുക്കുകയും ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം കേട്ട കാര്യത്തിൻ്റെ ബാക്കിയായിട്ടായിരിക്കും ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നു. ഇവിടെ നമ്മൾ കേട്ടത് സർഗാത്മകതയുടെ പാഠങ്ങളാണ്. ഓരോ കുട്ടിയും പുതിയതായിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത്. എങ്ങനെ പുതിയതായിരിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പുതിയതായിരിക്കണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ. നമ്മൾ ഒരുപാട് കീഴ്വഴക്കങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. അപ്പം അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളും അതാണ്. ആ കീഴ്വഴക്കങ്ങളെ നമുക്ക് ബ്രേക്ക് ചെയ്യാതെ, അല്ലെങ്കിൽ ആ കീഴ്വഴക്കങ്ങളെ ഇല്ലാതാക്കാതെ നമുക്ക് എങ്ങനെയാണ് പുതിയതാകാൻ സാധിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. പറഞ്ഞാൽ പെട്ടെന്ന് ഒരുപക്ഷെ ഒരു പഴയ തലമുറയ്ക്ക്, അല്ലെങ്കിൽ ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു തലമുറയ്ക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, ഞാൻ 1-2 കാര്യങ്ങൾ വെറുതെ കുട്ടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെ ഞാൻ നേരത്തെ മര്യാദയുടെയും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ പറയുകയുണ്ടായി. ഞാൻ വെറുതെ ഒരു കാര്യം ചോദിക്കുന്ന ഒരു ചോദ്യം. നമ്മളിപ്പോഴും സ്കൂളുകളിൽ നമ്മൾ ഓരോ ക്ലാസ്സും അല്ലെങ്കിൽ രാവിലെ നമ്മൾ ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടെയാണ്. പല സ്കൂളുകളും ആരംഭിക്കുന്നത് അസംബ്ലിയോടുകൂടിയാണ്. പല സ്കൂളുകളും ആരംഭിക്കുന്നത്. ഇതെന്തിനാണ് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ സത്യമായും കുട്ടികൾക്കും അറിയില്ല. ഒരുപക്ഷെ അവിടുത്തെ ടീച്ചേഴ്സിന് അവർ പറയുന്ന മറുപടി എന്തായിരിക്കാം? ഇവിടെ ഉണ്ടായിരുന്നൊരു കീഴ്വഴക്കം, ആ കീഴ്വഴക്കം അതേപടി തുടർന്നു പോകുന്നു, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഇപ്പോഴും തുടർന്നു പോരുന്നു എന്നായിരിക്കും അതിൻ്റെ ഉത്തരം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രാർത്ഥന ഒരു സ്കൂളിൽ എന്തിനാണ് എന്നൊരു ചോദ്യം ചോദിക്കാൻ ഭയക്കാതെ തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഒരു സ്കൂൾ ആരംഭിക്കുന്നത് എന്തിനാണ്? പ്രാർത്ഥനയോടെ. ഇനി കുട്ടികൾ ഒരു നവോന്മേഷത്തോടെ ആരംഭിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും മതപരമായ ഒരു പ്രാർത്ഥന തന്നെ വേണമെന്നൊരു നിർബന്ധവുമില്ല. നല്ലൊരു സിനിമാ ഗാനമായാലും മതി, നല്ലൊരു ലളിതഗാനമായാലും മതി, കുട്ടികളുടെ ഈ തരത്തിലുള്ള ഏതെങ്കിലും ഒരു നല്ല റാപ്പ് മ്യൂസിക് ആയാലും മതി എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ തരത്തിൽ കുട്ടികൾ ഉന്മേഷപരമാണെങ്കിൽ ഒരു പാട്ടോടുകൂടി തുടങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇതെന്താണ്? ഒരു പ്രാർത്ഥന, അതിനുശേഷം അസംബ്ലി, അതിനുശേഷം കുറേ സദുപദേശങ്ങൾ, കുറേ സദാചാര ബോധങ്ങൾ, ഇങ്ങനെ കീഴ്വഴക്കത്തിലൂടെ മുന്നോട്ട് പോകുന്നു. ആ കീഴ്വഴക്കങ്ങളെ ചോദ്യം ചെയ്യാതിരിക്കാനാണ് പലപ്പോഴും നമ്മൾ യുവതലമുറയെ നമ്മൾ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ്. അവിടെയാണ് ഈ ചോദ്യത്തിന് പ്രസക്തി വരുന്നത്. ചോദ്യം ചെയ്യാൻ ഭയക്കാതിരിക്കുവിൻ. ഇത് ഒരുപക്ഷെ ഇവിടെ തിരഞ്ഞെടുത്ത ഈ വിഷയം, ഈ ചോദ്യം ചെയ്യാൻ ഭയക്കാതിരിക്കുവിൻ എന്ന പ്രയോഗമെന്ന് പറയുന്നത് ജർമ്മൻ നാടകകൃത്തായ ബ്രഹത്തോൾ ബ്രഹത്തിൻ്റെ ഒരു പ്രയോഗമാണ്. ഓരോ ചെറു വസ്തുവിലും വിരൽ തൊട്ടങ്ങ് ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്? ചോദ്യം ചെയ്യാൻ ഭയക്കാതിരിക്കുവിൻ. അതിന് ഒരുപക്ഷെ വരി തുടങ്ങുന്നത് എന്തിനധീരത ഇപ്പോൾ തുടങ്ങുവിൻ, തന്നെത്താനെ പഠിക്കാതെയൊന്നും അറിയില്ല നിങ്ങൾ സഖാക്കളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കവിതാശകലം ആരംഭിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിഗംഭീരമായ ഒരു കവിതാശകലമാണ്. അതിൻ്റെ മലയാള തർജ്ജമ പിന്നീട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കലാജാഥകളിൽ കരിവള്ളൂർ മുരളിയുടെ തർജ്ജമയിൽ മുഴങ്ങിക്കേട്ടത് എനിക്ക് ഇന്നലെ എന്നതുപോലെ ഓർമ്മയുണ്ട്. അപ്പം അതിലെ മനോഹരമായ ഒരു പ്രയോഗമാണ് ചോദ്യം ചെയ്യാൻ ഭയക്കാതിരിക്കുവിൻ. കൊച്ചുകുട്ടികൾ ഒരുപാട് കൗതുകപരമായി അതെന്താണമ്മേ, ഇതെന്താണമ്മേ, അതെന്താണച്ചാ, മഴ പെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. അന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, ചിലപ്പോൾ നമ്മൾ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് അവരുടെ ചോദ്യത്തിൻ്റെ വാക്മുനകളെ നമ്മൾ ഒടിച്ചു കളയും. പിന്നെ അവർ ചോദിക്കുന്നതിന് അത് കുറേ പ്രായമെത്തുമ്പോൾ ചോദിക്കും, ഇപ്പോൾ നീ ചോദിക്കേണ്ട ചോദ്യമല്ല, ചെറിയ വായിൽ വലിയ ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ മുനകൾ ഒടിച്ചു കളയുന്നു. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കാതെ എങ്ങനെയാണ് അവർക്ക് നവമായി
പുതിയതായി മാറാൻ സാധിക്കുന്നത്. ഇവിടെ ശരിക്കും നേരത്തെ സർഗാത്മകതയുടെ പാഠങ്ങളിൽ പറഞ്ഞത് അവർ ശരിക്കും പുതിയ മനുഷ്യരായിക്കൊണ്ടേയിരിക്കണം, അല്ലാതെ പറ്റില്ല. ആ പുതിയ മനുഷ്യരാവണമെങ്കിൽ കീഴ്വഴക്കങ്ങളെ ഭേദിച്ചേ മതിയാവൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കുട്ടികൾ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അസംബ്ലിയെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ അച്ചടക്കത്തോടെ കൈയൊക്കെ നീട്ടി നിന്ന് പ്രാർത്ഥനയൊക്കെ പിന്നെ നിവൃത്തിയില്ലാതെ എന്ത് ചെയ്യുന്നുള്ള, പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥന, അസംബ്ലി എങ്കിൽ അസംബ്ലി എന്ന് കേൾക്കുന്നതല്ലാതെ അത് അവരുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രയോജനപ്രദമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് അതവർ കേൾക്കുന്നുവോ അത് അനുഭവിക്കുന്നുവോ എന്നെനിക്ക് തീർച്ചയായും സംശയമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ വിഷയത്തിൻ്റെ അതിൻ്റെ ഉള്ളറകളിലേക്കൊന്നും കടന്നു പോകാനുള്ള ഒട്ടും സമയമില്ല. ഞാൻ ആകെ ഒരു സിനോപ്സിസ് പോലെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത്ര മാത്രമാണ്. കുട്ടികൾ 100,000 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കട്ടെ. ഒരു ചോദ്യപേപ്പർ അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ 25 ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരമെഴുതാൻ കഴിയുമോ എന്നുള്ളതല്ല. ആ 25 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയിട്ട് 2 ചോദ്യങ്ങളെങ്കിലും അവർക്ക് പുതുതായി ചോദിക്കാൻ കഴിയുമെങ്കിൽ അവർ ആ ഒരു അധ്യയന വർഷം പഠിച്ചതെല്ലാം അവർ ഏതാണ്ട് അവർ പഠിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു 2 ചോദ്യങ്ങളെങ്കിലും അവർക്ക് അതിന് തിരിച്ചു ചോദിക്കാൻ കഴിയട്ടെ. ഒരു സദസ്സിനോട് തന്നെ നമ്മൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ചോദിക്കാൻ വേണ്ടി പലപ്പോഴും ചോദിക്കുന്നു. പല സ്കൂളുകളിലും അധ്യാപകർ ചോദ്യങ്ങൾ എഴുതി കൊടുക്കും. ഗസ്റ്റ് വരുമ്പോൾ എന്തെങ്കിലും പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ എഴുതി കൊടുക്കുന്ന സ്കൂളൊക്കെ പലതും ഉണ്ട് എന്നുള്ളത് സംശയം. കുട്ടികളുടെ ഉള്ളിൽ സ്വയമേവ ചോദ്യങ്ങൾ ഉയർന്നു വരണം. സ്വയമേവ ചോദ്യങ്ങൾ ഉയർന്നു വന്നാൽ മാത്രമേ ഒരു ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കുകയുള്ളൂ. ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടതിലൂടെയാണ് ഈ ലോകം മാറ്റിമറിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണെന്നറിയുമോ? ഈ ഉത്തരങ്ങൾ മാത്രം കുട്ടികൾ കേൾക്കാൻ ശഠിക്കുന്നത് കാരണം ഇവിടെയുള്ള എല്ലാ മതങ്ങളും ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മാത്രമുള്ള മതങ്ങളാണ്. വളരെ ലളിതമായി ശാസ്ത്രവും മതവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, മതം ഉത്തരം പറയുന്നു, ശാസ്ത്രം ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു. ശാസ്ത്രം എപ്പോഴും ചോദ്യങ്ങൾ, കൗതുകങ്ങൾ, അന്വേഷണങ്ങൾക്ക് ഇങ്ങനെ ഒരു ത്വരയുണ്ടാക്കിക്കൊണ്ടേയിരിക്കും ശാസ്ത്രം എന്ന് പറയും. മതം അങ്ങനെയല്ല. നീ ഒന്നും ഇങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാ സാധനങ്ങളും നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യും, പറഞ്ഞു തരും എന്ന് പറയുന്നത്. അഥവാ നീ ഒരു ചോദ്യം ചോദിച്ചാൽ നീ നിഷേധിയോ വേറിട്ടവനോ അഹങ്കാരിയോ ആയി മാറിപ്പോകുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ ഈ കീഴ്വഴക്കത്തോടുകൂടി അടിച്ചേൽപ്പിച്ച് ഒരു സമൂഹത്തെ, ഞാൻ അടങ്ങുന്ന ഒരു സമൂഹത്തെ നാമാവശേഷമാക്കി കളഞ്ഞു. ഇനി നമുക്ക് പിന്നാലെ വരുന്ന തലമുറ എങ്കിലും അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ, കടമ്മനിട്ടയുടെ ഒരു കവിതയുണ്ട്, എല്ലാ പീരങ്കികളും തുരുമ്പിക്കും, നിശബ്ദമായി തുരുമ്പിക്കും, എല്ലാ കോട്ടക്കൊത്തളങ്ങളും ഇടിഞ്ഞു വീഴും, പക്ഷേ എൻ്റെ മക്കളുടെ ചുമലുകളിലും അവൻ്റെ കൈകൾ പതിയുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടമ്മനിട്ടയുടെ ഒരു മനോഹരമായ വരിയുണ്ട്. എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പിക്കും, എല്ലാ കോട്ടക്കൊത്തളങ്ങളും ഇടിഞ്ഞു വീഴും, പക്ഷേ എൻ്റെ മക്കൾ അവരുടെ ചുമലുകളിലും ആ കൈകൾ പതിയുമല്ലോ. പതിയാൻ അനുവദിക്കരുത്. അന്ധവിശ്വാസത്തിൻ്റെ, അനാചാരത്തിൻ്റെ, ആചാരത്തിൻ്റെ, മതത്തിൻ്റെ, ജാതിയുടെ കൈകൾ നമ്മുടെ മക്കളുടെ ചുമലുകളിൽ പതിയാതിരുന്നാൽ അവർ സ്വയമേവ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവർ ഒരു ഭയവും ഉണ്ടാകാതെ എണീറ്റ് നിന്നവർ 100,000 ചോദ്യങ്ങൾ ചോദിക്കും. ആ 100,000 ചോദ്യങ്ങളിൽ നിന്ന് തെളിഞ്ഞു വരുന്ന, സ്പഷ്ടമായി വരുന്ന ഉത്തരങ്ങളിലേക്കും കണ്ടെത്തലുകളിലേക്കും അന്വേഷണങ്ങളിലേക്കും ആ തലമുറ പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ചോദ്യം ചെയ്യാൻ ഭയക്കാതിരിക്കട്ടെ, ചോദ്യങ്ങൾ പലതിനെയും ഇടിച്ച് തകർക്കാൻ പര്യാപ്തമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. സമയം തീരെ ഇല്ലാത്തത് കൊണ്ടും എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി നമുക്കൊരു ഇൻ്ററാക്റ്റീവ് സെഷൻ വെക്കാം, ചോദിക്കാം. അതായിരിക്കും നല്ലത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ആകെ നമ്മുടെ മുമ്പിലുള്ളത് 3 മണിയാണ്, അത് കഴിഞ്ഞു. എന്തേലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. കാരണം പരിചയപ്പെടുത്തിയത് തന്നെ ഒരു ഇൻ്ററാക്റ്റീവ് സെഷൻ എന്നാണ്. സാക്ഷിയായിട്ട് ഞാൻ പോകേണ്ടി വരും. അത് സംഭവം നടന്ന് 19 വർഷം ശേഷമാണ് എന്നെ കോടതിയിൽ സാക്ഷിയായിട്ട് വന്നത്. അത് സാക്ഷിയായിട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ആശുപത്രി അത്യാസന്ന നില കിടക്കായിരുന്നു. വീട്ടിലൊന്ന് പോലീസുകാരെ നോക്കിയപ്പോഴത്തേക്ക് ഇല്ല, ആശുപത്രി നോക്കിയപ്പോഴത്തേക്ക് ഇല്ല. പിന്നെ ആരോ അമ്മ കിടക്കുന്ന റൂം നമ്പർ പറഞ്ഞു കൊടുത്തു. അവിടെ വന്ന് അയാൾ ശരിക്കും വരട്ടെ, ഇയാളെ ഞാൻ അറസ്റ്റ് ചെയ്യും, ഇയാൾ എന്ത് ഉദ്ദേശമാണ്, എങ്ങനെയാണ്. അപ്പോൾ ഞാൻ തിരികെ വന്നപ്പോഴത്തേക്ക് പിന്നെ അമ്മ പറഞ്ഞു ഇങ്ങനെയാണ്, ക്രൈം ബ്രാഞ്ചിൽ നിന്നാണെന്ന് പറഞ്ഞു. എനിക്ക് ക്രൈം ബ്രാഞ്ച് ഓഫീസിൽ അറിഞ്ഞുകൂടെ എനിക്ക് പേടിയാണ്. ഞാൻ അവിടെ ആദ്യം റൂറൽ പോലീസ് സ്റ്റേഷനിൽ പോയി, ഞാൻ അധികം സമയം എടുക്കുന്നത്. പിന്നെ ക്രൈം ബ്രാഞ്ച് ഓഫീസിൽ ചെന്നപ്പോൾ ഒരു വീടാണ്, വീടിൻ്റെ നടയിൽ എൻ്റെ ജനിച്ച മുതൽ കാണുന്ന ഒരു പോലീസ് അറിഞ്ഞിരിക്കും. അയാൾ കണ്ടിട്ട് അറിഞ്ഞ ഭാവം കാണിച്ചിട്ട് ആദ്യമായിട്ട് പോലീസ് ഞാൻ പേടിച്ച് പിറകുവശത്തേന്ന്. അപ്പോൾ ഒരു പോലീസ് അറിഞ്ഞ ചോദിച്ചു എന്താണ് വന്ന്, നമ്മൾ ഇന്ന കാര്യമാണ്.
അപ്പോൾ ഞാൻ 19 വർഷങ്ങൾക്ക് കൊടുത്ത മൊഴി വായിച്ചു കേൾപ്പിക്കും. എന്നിട്ട് നാളെ ചുറ്റിക്കാൻ നോക്കും. നിങ്ങൾ അന്ന് വിടുന്നാളയിൽ കയ്യിനും ചുരുക്കി വിടണം. അപ്പോൾ ആദ്യം മാർക്കേസിൽ ഗീതയെ കൊടുത്തോട്ട് സത്യം ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഗവൺമെൻറ് പ്ലീഡർ അദ്ദേഹം സർക്കാർ കേസുകൾ തോറ്റു വന്ന കാര്യം ഇതാണ്. കുമാരൻ, ഞാൻ പേര് പറയുന്നില്ല, ജഡ്ജി പിന്നീട് പ്രശസ്തനായി. അപ്പം അത് ചോദിച്ചു, അന്ന് ആരായിരുന്നു നിങ്ങൾ, എങ്ങനെയാണ് റീവാലുവേഷൻ മാർക്ക് ലിസ്റ്റ് കൊടുക്കുന്നത്? പ്രതി ഹാജരാക്കിയ റീവാലുവേഷൻ മാർക്ക് ഒറിജിനൽ എന്നാണ് അവകാശപ്പെടുന്നത്. ചേട്ടാ, ഏതെങ്കിലും ഒരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അതെ അപ്പൊ എന്തായാലും ആ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇനി ഏത് കാലഹരണപ്പെട്ട നിയമമായാലും കാലമെടുത്ത നിയമമായാലും ശരി തന്നെ അതിനകത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമ്മൾക്ക് ചോദിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഭയക്കാതെ ചോദിക്കുക എന്നത് തന്നെയാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊള്ളട്ടെ. സാർ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, മതമാണോ മനുഷ്യനാണോ വലുത്? ഇതുപോലെ ഒരു സദസ്സിൽ ഈ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ആംഗിളിൽ കാണാം. ആ ചോദ്യം വളരെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ സാധാരണ നമുക്കൊരു യെസ് ഓർ നോ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഞാനതിന് തിരിച്ച് വേറൊരു കാര്യം പറയട്ടെ. കുട്ടികളൊക്കെ ഇരിക്കുന്നത് കൊണ്ട് സാധാരണ ഇപ്പം ഇങ്ങനെ ഒരു വേദിയിൽ ഒരാൾ വന്ന് നിന്ന് ഇത്തരത്തിലൊരു വിഷയം സംസാരിച്ചാൽ പൊതുവെ പെട്ടെന്ന് വരുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയുന്ന ഒരു ഉത്തരമേ ഉള്ളൂ. ഒന്നുകിൽ ഒരാളുടെ വ്യക്തിപരമായി യെസ് പറയാം, അല്ലെങ്കിൽ നോ പറയാം. പക്ഷേ അങ്ങനെ ഒരു ചോദ്യം കുട്ടികളോ മുതിർന്ന ആരെങ്കിലുമോ ചോദിക്കുന്ന ആ ചോദ്യത്തിനെ ഒന്ന് തിരുത്തുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തെക്കാൾ ഏറ്റവും നല്ലത് നിങ്ങൾ ദൈവം എന്ന ആശയത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതായിരിക്കും. അത് ഒരുപാട് ചർച്ചകളിലേക്ക്, ഒരുപാട് കാര്യങ്ങളിലേക്ക്, ഒരുപാട് കൺതുറക്കലുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതുപോലെയാണ് സാറ് ചോദിക്കുന്നത്. ഞാൻ കുട്ടികൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്, തലമുറയ്ക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, മതമാണോ മനുഷ്യനാണോ വലുത്? അവിടെ മതം എന്ന ആശയത്തെ നമ്മൾ എങ്ങനെ കാണുന്നു, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്ന് പറയുന്ന ഒരു ചർച്ചയിലേക്ക് ഈ കുട്ടികൾ വന്നാൽ ആ അന്വേഷണം, മതം എന്ന് പറയുന്നത് ഒരു ആശയമാണോ അതോ മതമെന്ന് പറയുന്നത് ഒരു വിശ്വാസമാണോ, അതിൻ്റെ തലങ്ങൾ എന്താണ് എന്നിവർ സൂക്ഷ്മമായി അപഗ്രഥിച്ച് വരുമ്പോൾ അതിൻ്റെ അന്ധതയെയും അതിൻ്റെ അപകടത്തെയും അതിൻ്റെ ആവശ്യമില്ലായ്കയിലേക്ക് അവർ എന്ത് ചെയ്യപ്പെടും, തീർച്ചയായിട്ടും എത്തിച്ചേരും. അതല്ലാതെ ഒറ്റ വാക്കിൽ മതം നല്ലതല്ല എന്നോ മനുഷ്യനാണ് നല്ലതല്ല എന്നോ മനുഷ്യനാണ് നല്ലതെന്നോ ഞാനിവിടെ നിന്ന് വളരെ ഒബ്ജക്റ്റീവായി ഒരു ഉത്തരം പറയുന്നതിനേക്കാൾ ഈ കുട്ടികൾ തന്നെ അന്വേഷിക്കട്ടെ. മതം, മനുഷ്യൻ എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഇവർ അപഗ്രഥിക്കാൻ തയ്യാറാവട്ടെ. അപഗ്രഥിക്കണമെങ്കിൽ ഇവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. അന്ന് പരിഷത്ത് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട്, മാനത്വം ആരുവിൽ എന്തുകൊണ്ട്, മിന്നാമിനുങ്ങുകൾ മിന്നുന്നത് എന്തുകൊണ്ട് 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 എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. വളരെ ഗംഭീരമായ ഒരു കാര്യമാണ്. വളരെ കുട്ടിക്കാലം മുതലേ അതെന്തുകൊണ്ട് ഇതെന്തുകൊണ്ട് എന്ന് ചോദിക്കട്ടെ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിലോ നിന്ന് ഒരു കുട്ടി അമ്മയോടോ അച്ഛനോടോ ഇതിനകത്തിരിക്കുന്നത് എന്തല്ലേ, ഇതിനകത്തിരിക്കുന്നത് ദൈവമാണോ അല്ലെങ്കിൽ ഇതിൽ എന്താണ് വെറും കല്ലല്ലേ എന്ന് ചോദിച്ചാൽ ആ അമ്മയോ അച്ഛനോ മിണ്ടാതിരിക്കുക. ആ ചോദ്യം ചോദിക്കാൻ പോലും എന്ത് ചെയ്യില്ല, അനുവദിക്കാതിരിക്കലാണ് പതിവ്. നീ മിണ്ടാതിരിക്കുക, ഇവിടെ നിന്നാണോ ഇതൊക്കെ ചോദിക്കുന്നത് എന്ന് പറയും. അതിനപ്പുറവും ഇപ്പുറവും ചിന്തിക്കാൻ കഴിയട്ടെ. സാറിന്റെ ചോദ്യം വളരെ പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് വരുന്നത് ഒരു പഴയ കാലത്തെ ഒരു ഉദാഹരണത്തിലാണ്. വയലാർ രാമവർമ്മ ഈ പാട്ടൊക്കെ എഴുതി നടക്കുന്ന കാലത്ത് തോപ്പിൽ ഭാസി ഒരു സിനിമ എടുക്കുകയാണ്. അന്ന് ഈ നമ്മുടെ കയ്യിൽ ഈ മൊബൈൽ ഫോൺ മറ്റു കാര്യങ്ങളൊന്നുമില്ലോ, എങ്ങോട്ടെങ്കിലും വിളിക്കണമെങ്കിൽ ട്രങ്കാള് ബുക്ക് ചെയ്ത് വിളിക്കണം. അപ്പോൾ പാട്ട് എഴുതാമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ വയലാർ രാമവർമ്മയെ കിട്ടാനില്ല. അദ്ദേഹം എവിടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. തോപ്പിൽ ഭാസി വയലാർ വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ട് പറഞ്ഞു, ഈ വയലാർ എവിടെയെങ്ങാനും വരികയാണെങ്കിൽ എനിക്ക് പാട്ടെഴുതി തരാമെന്ന് പറഞ്ഞിട്ട് കുറേ കാലമായി, ഞാൻ കാല് തല്ലി പിടിക്കുമെന്ന് പറഞ്ഞേരെ എന്ന് പറഞ്ഞു. 2 മാസം കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്ത് വയലാർ എത്തിച്ചേരുകയും അവിടെ ഇരുന്ന ആളുകൾ എന്ത് പറഞ്ഞു, ഇങ്ങനെ തോപ്പിൽ ഭാസി ആശാൻ അന്വേഷിച്ചിട്ടുണ്ട്, കാണുകയാണെങ്കിൽ കാല് തല്ലി പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും അത് കേട്ട് ഒരു അംബാസഡർ കാറിൽ നേരെ KPSCയിലേക്ക് വയലാർ ചെല്ലുകയും ചെയ്യുന്നുണ്ട്. ചെല്ലുമ്പോഴത്തേക്ക് അകത്ത് കയറാൻ പോലും സമ്മതിക്കാതെ തോപ്പിൽ ഭാസി ഇറങ്ങി വന്നിട്ട് നിന്റെ അടുത്ത് എത്ര കാലമായി പാട്ട് എഴുതി തരാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് പോക്കറ്റിൽ നിന്ന് 4 മടക്കിയ ഒരു കടലാസ് എടുത്ത് വയലാർ എങ്ങനെ തോപ്പിൽ ഭാസിയെ ഏൽപ്പിക്കും. അതെടുത്ത് തോപ്പിൽ ഭാസി പറയുന്ന വാക്കുകളാണ്, അതെടുത്തു ഞാൻ വായിച്ചു. അതിനകത്ത് എഴുതിയിരിക്കുന്നു, ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന് പറയുന്ന അതിമനോഹരമായ പാട്ട് എഴുതിയിരിക്കുന്നു.
തോപ്പിൽ ഭാസി വയലാറിനോട് പറഞ്ഞു, ഇതല്ല എൻ്റെ വിഷയം, ഇതിന് വളരെ വിപരീതമായ ഒരു വിഷയമാണ് ഞാൻ സിനിമയാക്കുന്നത്, അതുകൊണ്ട് ഈ പാട്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വയലാർ പെട്ടെന്ന് പറഞ്ഞു, അത് ആശാന് വേണ്ടിയുള്ളതല്ല, ആശാന് വേണ്ടത് അങ്ങനെയാണല്ലേ, അങ്ങനെ ഒരു വിഷയമാണല്ലേ എന്ന് പറഞ്ഞ് വയലാർ അകത്ത് പോലും കയറാതെ ആ പേപ്പർ തിരിച്ചു വെച്ച് കാറിൻ്റെ ബോണറ്റിൽ പെന്നെടുത്തു വെച്ചിട്ട് കുറച്ച് വരി എഴുതി എൻ്റെ കയ്യിൽ തന്നു. ഞാനിത് എടുത്തു വായിച്ചു. ശബരിമലയിലും കല്ല്, കല്ലീശ്വരത്തിലും കല്ല്, കല്ലിനെ വണങ്ങുന്നവരെ കൽപ്പണിക്കാരെ മറക്കരുത് എന്ന് പറയുന്ന വരി ഞാൻ വായിച്ചു. തിരിച്ചു വയ്ക്കുമ്പോൾ ശബരിമലയിൽ തങ്ക സൂര്യോദയം, തിരിച്ചു വയ്ക്കുമ്പോൾ ശബരിമലയിലും കല്ല്. ഇതിവിടെ അനുസ്മരിച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുട്ടികൾ അപ്പുറവും ഇപ്പുറവും ചിന്തിക്കട്ടെ. അങ്ങനെ ചിന്തിച്ച് വിശകലനം ചെയ്യാതെ നമുക്ക് ഒറ്റ വാക്കിൽ ഈ യാഥാർത്ഥ്യമാണോ നല്ലത്, ആ ഭാവനയാണോ നല്ലത് എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് ഇവർ അപഗ്രഥിക്കട്ടെ. അപഗ്രഥിച്ച് മതത്തിന്റെ മൂഢത്വത്തിലേക്ക് ഇവർ പോകട്ടെ, മതത്തിന്റെ അന്ധതയിലേക്ക് ഇവർ മനസ്സിലാക്കട്ടെ. എന്നിട്ട് അവർ ജീവിതത്തിന്റെയും മനുഷ്യന്റെയും യാഥാർത്ഥ്യത്തിലേക്ക് ഇവരെത്തിച്ചേരട്ടെ. അതിനും ഇവരെന്ത് ചെയ്യേണ്ടതുണ്ട് സാർ? 100,000 ചോദ്യങ്ങൾ ഇവർ ചോദിക്കേണ്ടതുണ്ട് എന്നാണ്. എന്തുകൊണ്ടെന്നുള്ള ചോദ്യം ഉയർത്തുവാൻ നേരമായി. താങ്ക് യു സർ. വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ആംഗലേയ ഭാഷയിൽ പറഞ്ഞാൽ 4 W's and 1 H. വാട്ട്, where, when, who and how. ഇതാണ് ലക്ഷ്യം. ഇതെല്ലാവർക്കും അറിയാം, അധ്യാപകർക്കും അറിയാം. പക്ഷെ അധ്യാപകരാരും പറയത്തുമില്ല. ഈ ചോദ്യം ചോദിക്കാൻ ആൾക്കാർ പിള്ളേരെടുത്ത് പെർമിഷൻ കൊടുക്കുകയില്ല, ഉത്തേജിപ്പിക്കുകയില്ല. ഞാൻ പറയുന്നത് ശരിയല്ലേ? തീർച്ചയായിട്ടും. അതെ, അതാണ് പിള്ളേരൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ധൈര്യമായിട്ട് ചെയ്യുകയും വേണം. താങ്കൾ തോപ്പിൽ ഭാസിയുടെയും ഇങ്ങരുടെയും കാര്യം പറഞ്ഞപ്പോഴേ തോപ്പിൽ ഭാസി പറഞ്ഞല്ലോ, അവൻ ഇത് തന്നില്ലെങ്കിൽ അവൻ്റെ കാല് വെട്ടിക്കളയുമെന്ന് പറഞ്ഞല്ലോ. അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യമാണ്, തോപ്പിൽ ഭാസി മരിക്കുമ്പോഴേ അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ച് കളയുകയും ചെയ്യും, ഷുഗറിൻ്റെ അസുഖം കൊണ്ട്. താങ്ക് യു. ഓക്കെ, അപ്പം നമുക്ക് ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാം. എന്താണ് ഈ വെൻ, വാട്ട്, വെയർ ഒക്കെ ചോദ്യങ്ങൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതും ഇത്ര കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ്. 25 ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാൻ കഴിയുന്നുവോ എന്നതിനേക്കാൾ വലുതാണ് ഒരു 2 ചോദ്യങ്ങളെങ്കിലും തിരിച്ചു ചോദിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അത്തരത്തിൽ ചോദ്യം ചെയ്യാൻ ഭയക്കാതിരിക്കുവിൻ. തന്നെത്താനെ പഠിക്കാതെയൊന്നും അറിയില്ല നിങ്ങൾ സഖാക്കളെ. അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ, നന്ദി, നമസ്കാരം.